രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാല വിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കുമെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. ഉറക്കെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിനെ കാല വിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കുമെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. ഉറക്കെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആഫ്രിക്കയിലെ പുരാതന നഗരമായ കാർത്തേജിൽ AD 332 ഒരു പെൺകുഞ്ഞ് ജനിച്ചു. മാതാപിതാക്കൾ അവൾക്ക് മോനിക്ക എന്ന് പേര് നൽകി. അതീവ ഭക്തിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും വിശ്വാസ തീക്ഷ്ണതയിലും ആത്മീയ ചൈതന്യത്തിലും ആ കുഞ്ഞ് വളർന്നു വന്നു. 20 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ അവളെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചു. നിർഭാഗ്യവശാൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവളുടെ ജീവിത പങ്കാളി, ഭർത്താവ്, അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു പുരുഷൻ ഭർത്താവ് ആയിരുന്നില്ല. മദ്യപാനിയും ക്ഷിപ്രകോപിയും എപ്പോഴും ഭാര്യയെ സംശയിക്കുന്ന, ഉപദ്രവിക്കുന്ന, വിശ്വാസരഹിതമായ ജീവിതം നയിച്ച ഒരു ഭർത്താവിനെയാണ് അവൾക്ക് ലഭിച്ചത്. കത്തോലിക്ക മതവിശ്വാസത്തിൽ തുടരാതെ മനിക്കേയൻ പാഷണ്ഡതകളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു മനുഷ്യൻ. വിവാഹത്തിന് ശേഷം ഒരുപാട് നാളുകൾ തൻ്റെ ഭർത്താവിൽ നിന്ന് ഏറെ ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പെൺകുട്ടിക്ക് സഹിക്കേണ്ടതായി വന്നു. എന്നാൽ തൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി മടുപ്പ് കൂടാതെ, നിരാശയില്ലാതെ, പ്രതീക്ഷയോടും പ്രത്യാശയോടും വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടെ ഈ പെൺകുട്ടി, ഈ ഭാര്യ പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ആയിരുന്നില്ല. നീണ്ട 18 വർഷങ്ങൾ അവൾ തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിരാശയില്ലാതെ പ്രാർത്ഥിച്ചു. 18 വർഷത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ ആ മനുഷ്യൻ മാനസാന്തരപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് 1 വർഷം മുൻപ് അദ്ദേഹം മാനസാന്തരപ്പെടുകയും പിന്നീട് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വരികയും അതോടൊപ്പം തന്നെ ഒരു നല്ല ആത്മീയ ജീവിതം നയിച്ച് നല്ല മരണം സ്വീകരിക്കുകയും ചെയ്തു. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും പ്രാർത്ഥന അവസാനിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. കാരണം ഏകദേശം അപ്പൻ്റെ തന്നെ വഴിയിലൂടെ യാത്ര ചെയ്ത മകൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയായി തുടർന്നുള്ള പ്രാർത്ഥന. ഇദ്ദേഹവും ആ കാലഘട്ടത്തിൻ്റേതായ എല്ലാ സുഖഭോഗങ്ങളിലും എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെ സുഖങ്ങളിലും ആസ്വദിച്ച് രമിച്ച് അങ്ങനെ മുന്നോട്ട് പോയ ഒരു മകൻ, ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് വേണ്ടി ഈ അമ്മ കണ്ണുനീരോടെ തൻ്റെ പ്രാർത്ഥന തുടർന്നു. അതും അനേക വർഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. അതിനിടയിൽ അവിഹിത ബന്ധത്തിലൂടെ ഒരു കുഞ്ഞ് തൻ്റെ മകന് ജനിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയ, സങ്കടപ്പെട്ടു പോയ ഈ അമ്മ അന്ന് മിലാനിലെ ബിഷപ്പായിരുന്ന അംബ്രോസിനെ ചെന്ന് കണ്ട് തൻ്റെ ദുഃഖവും നൊമ്പരവും ഒക്കെ അറിയിക്കുന്നു. അന്നേരം ആ ബിഷപ്പ് അംബ്രോസ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മകളെ, ഇത്രയേറെ കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോവുക അസാധ്യമാണ്. ഇത്രയേറെ കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോവുക അസാധ്യമാണ്. അത് കേവലം ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യമായിരുന്നില്ല, അതിനുമപ്പുറത്ത് അതൊരു പ്രവചനമായിരുന്നു. വർഷങ്ങൾ നീണ്ട അവളുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ, ഏകദേശം ഒരു 13-14 വർഷം നീണ്ട അവളുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഇതാ ആ മകൻ മാനസാന്തരപ്പെടുന്നു, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹം പിന്നീട് ഒരു വൈദികനായി, മെത്രാനായിട്ടൊക്കെ മാറി. എന്നു മാത്രമല്ല, പിന്നീട് മരിച്ച് സഭ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും തുടർന്ന് അദ്ദേഹം ഇന്ന് തിരുസഭയിൽ വേദപാരംഗത സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ മഹാവിശുദ്ധൻ ആരാണ് എന്നും ഈ മഹാവിശുദ്ധന് ജന്മം കൊടുത്ത വിശുദ്ധയായ പുണ്യവതിയായ ഈ അമ്മ ആരാണ് എന്നും. കത്തോലിക്ക സഭയിൽ വിശുദ്ധരിൽ പണ്ഡിതൻ, പണ്ഡിതരിൽ വിശുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ്റെയും അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് കാരണമായ വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെയും ജീവചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സത്യത്തിൽ നമ്മൾ മോനിക്ക എന്ന വിശുദ്ധയിലേക്ക് നോക്കുമ്പോൾ മോനിക്ക ഒരു ഇതിഹാസമാണ്. സ്ഥിരതയോടെയുള്ള, പ്രത്യാശയോടെയുള്ള, നിരാശ കൂടാതെയുള്ള പ്രാർത്ഥന, തുടർച്ചയായുള്ള പ്രാർത്ഥനയ്ക്ക് ജീവിതം കൊണ്ട് ഇതിഹാസം രചിച്ച വ്യക്തിയാണ് വിശുദ്ധ മോനിക്ക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഏകദേശം 17-18 വർഷങ്ങൾ, മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി തുടർന്ന് 13-14 വർഷങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി മാറി, പ്രാർത്ഥന കൊണ്ട് ഇതിഹാസം രചിച്ച ഒരു വ്യക്തിയായി ചരിത്രത്തിൽ തങ്കലിപികളിൽ വിശുദ്ധ മോനിക്കായുടെ ജീവിതം രേഖപ്പെടുത്തി വയ്ക്കപ്പെടുകയാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും, നമ്മൾ ഈ ധ്യാനത്തിൽ അല്ലെങ്കിൽ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഈ ദിനങ്ങളിൽ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ അനേക വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും അനേക നാളുകളായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിയോഗങ്ങൾ ഉയർത്തിയിട്ടും പ്രത്യേകിച്ചൊരു ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്ന ചിന്ത നമ്മളിൽ പലരെയും ഒരു പക്ഷേ ഭാരപ്പെടുത്തുന്നുണ്ടാകാം. ഇന്ന് കർത്താവ് വചനത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നിരാശ കൂടാതെ പ്രാർത്ഥിക്കുക, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, സദാസമയവും പ്രാർത്ഥിക്കുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു സത്യം ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്: എപ്പോഴും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സദാസമയവും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എപ്പോഴും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന, സദാസമയവും നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആ ഏക കാര്യം, വിശുദ്ധ ഗ്രന്ഥം ആവശ്യപ്പെടുന്ന ആ ഏക കാര്യം എന്താണ്? പ്രാർത്ഥന. എപ്പോഴും പ്രാർത്ഥിക്കണം, സദാസമയം പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ എപ്പോഴും സദാസമയം നിരന്തരം തുടരണമെന്ന് വിശുദ്ധ ഗ്രന്ഥം ആവശ്യപ്പെടുന്ന ഏക കാര്യം പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ വായിച്ച വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അതിലെ ആദ്യ വാക്യം തന്നെ എന്താണ്? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ അവനൊരു ഉപമ പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉപമ തന്നെ കർത്താവ് പറഞ്ഞതായി ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ പിതാവായ ദൈവത്തിന് യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ഹിതം എന്താണ് എന്ന് പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്, അഥവാ ഓർമ്മിപ്പിച്ചു തരികയാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇതാണ് ദൈവഹിതം. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇതാണ് ദൈവഹിതം. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് ദൈവഹിതം. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് ദൈവഹിതം. പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. വീണ്ടും എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ടതാണ്: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്, വലിയൊരു യാഥാർത്ഥ്യമാണ്. എല്ലായ്പ്പോഴും സദാസമയം നിരന്തരം ഇടവിടാതെ ചെയ്യണമെന്ന്, നിർവഹിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏക കാര്യം പ്രാർത്ഥനയാണ്. ഓർക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥന അത്യാവശ്യം നയിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണല്ലോ നമ്മൾ കൺവെൻഷനിലൊക്കെ പങ്കെടുക്കാൻ ഇത്രയും ചൂടുള്ള അല്ലെങ്കിൽ വിപരീതമായൊരു സാഹചര്യത്തിൽ പോലും നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ പ്രത്യാശയും വിശ്വാസവും ഒക്കെ ഇപ്പോഴും അതിൻ്റെ ദീപശിഖ അണഞ്ഞു പോയിട്ടൊന്നുമില്ല, കെട്ടുപോയിട്ടൊന്നുമില്ല. കാരണം പൂർണ്ണമായും പ്രത്യാശയുടെ കിരണം അണഞ്ഞു പോയാൽ, തെളിച്ചം അണഞ്ഞു പോയാൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഇവിടെ വരാനോ അല്ലെങ്കിൽ കൺവെൻഷനിൽ ധ്യാനത്തിൽ പങ്കെടുക്കാനോ നമുക്ക് സാധ്യമല്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ തുടർച്ചയായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കുറേ അധികം നാളുകളായി ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ അല്പാൽപമായി നിരാശ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭഗ്നാശരാകാതെ നിരാശ കൂടാതെ പ്രാർത്ഥിക്കണമെന്നും ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നും കർത്താവ് വചനത്തിലൂടെ അരുളി ചെയ്യുമ്പോൾ
ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്, മുട്ടിയാൽ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് കർത്താവ് വചനത്തിലൂടെ അരുളി ചെയ്യുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ചോദിച്ചിട്ടും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത്? അതിന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ അതിൻ്റെ സമഗ്രതയിൽ ഒന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് നിർബന്ധമായും പ്രാർത്ഥനയിൽ പുലർത്തേണ്ട ചില മാനദണ്ഡങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ പുലർത്തേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ പുലർത്തേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആ മാനദണ്ഡങ്ങൾ കുറച്ചു നേരത്തെ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്തച്ഛൻ പ്രാർത്ഥനയെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് ആരംഭിച്ച് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് തുടർന്ന് പറഞ്ഞിട്ടാണ് സന്ദേശം അവസാനിപ്പിച്ചത്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനോട് തുടർച്ച എന്ന പോലെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നിർബന്ധമായും പ്രാർത്ഥനയിൽ പുലർത്തേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ വിശ്വാസത്തോടുകൂടെ ഉള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ, പ്രാർത്ഥന ഫലദായകമാകാൻ ആവശ്യമാണ് എന്ന കാര്യം നമ്മൾ ഒന്നാമത് തിരിച്ചറിയണം. തമ്പുരാനിൽ നമുക്ക് ആഴമായി വിശ്വാസം ഉണ്ടാകണം. ചോദിക്കുന്ന കാര്യം ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ആ വിശ്വാസമാണ് ഒന്നാമത്തെ വ്യവസ്ഥ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യം: ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ച് കിട്ടും. ഒരുപക്ഷെ ഈ വചനം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ഒരു മല മാറിയ സംഭവം, ഒരു അനുഭവം ഒരിടത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. എവിടെയെങ്കിലും മല മാറിപ്പോയൊരു സംഭവം, അപ്പോൾ അത്യാവശ്യമൊക്കെ വിശ്വാസമുള്ളവരാണല്ലോ നമ്മൾ. പക്ഷെ ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും മലയെ മാറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും മല മാറുന്ന, കത്തോലിക്ക സഭ 2000 വർഷങ്ങൾ അധികം കഴിഞ്ഞു. ഈ 2000 വർഷങ്ങളായിട്ടും എവിടെയെങ്കിലും വിശ്വാസത്തോടെ മല മാറിപ്പോയൊരു സംഭവത്തെ നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനം കൊണ്ട് കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? മല പോലെ നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികൾ വിശ്വാസം കൊണ്ട് നിനക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് നീ വിചാരിക്കുന്ന, ഒരിക്കലും അതിജീവിക്കാൻ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഒരു ചെറിയ കിരണം പോലും ഇല്ലാത്ത പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് നിനക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് വചനം പറയുന്നത്. അതിന് ചരിത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അനേകം സാക്ഷ്യങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളൊരു സാക്ഷ്യം, ഒരു അത്ഭുതം നിങ്ങളോട് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തിയത് എങ്ങനെയാണ്? അതായത് അദ്ദേഹം വിദേശ രാജ്യത്ത് എന്തോ ഒരു കേസിൽ പെട്ട്, വാഹനം ഓടിച്ചപ്പോൾ ആരുടെയോ ദേഹത്ത് തട്ടി മരിക്കുകയോ അങ്ങനെ എന്തോ ഉണ്ടായി. അതിൻ്റെ ഫലമായി അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ 32 ലക്ഷം രൂപയോ മറ്റോ ആണ് അവിടെ അടയ്ക്കേണ്ടത്. അതിൻ്റെ ഫൈനായിട്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഇന്ത്യൻ റുപ്പി അനുസരിച്ച് നോക്കിയാൽ ഏകദേശം 32 ലക്ഷം രൂപ അവിടെ അടയ്ക്കണം. ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് കൊടുത്താൽ അവർ മാപ്പ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാം. ഇദ്ദേഹത്തിന് 32 ലക്ഷം രൂപ പോയിട്ട് 32 രൂപ കയ്യിലില്ലാത്ത അവസ്ഥയാണ്. കാരണം വീടിൻ്റെ ആധാരവും പണയം വെച്ച് ഒരുപാട് സ്ഥലത്തുനിന്ന് കടവും വാങ്ങി അങ്ങനെയാണ് വിദേശത്ത് എത്തി ഒരു ജോലി ആരംഭിച്ചത്. ജോലി ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവം, ഒരു ആക്സിഡൻറ്റ് നടന്നു. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇനി ഒരിക്കലും തനിക്ക് ആ ജയിലിൽ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്, അദ്ദേഹം വിശ്വസിച്ചത്. എങ്കിലും അദ്ദേഹം കണ്ണുനീരോടുകൂടെ ആ ജയിലറയിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ. അവരും ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം ഇതാണ്: ഒരു പരിചയവുമില്ലാത്തൊരു മനുഷ്യൻ, അതും അക്രൈസ്തവനായൊരു മനുഷ്യൻ, ക്രിസ്ത്യാനി പോലുമല്ല, ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ഒരു ദിവസം വന്ന് 32 ലക്ഷം രൂപ കെട്ടിവെച്ച് അദ്ദേഹത്തെ ആ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയാണ്. പിന്നീട് തന്നെ പുറത്തിറക്കിയ, അവിടെ ആ സ്ഥലത്ത് ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുന്ന മലയാളികളെ അവിടെ നിന്ന് നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ട ഒരു സംഘടന തന്നെയുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന, അവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് മുന്നോട്ട് വന്നത്. അദ്ദേഹം 32 ലക്ഷം രൂപ കെട്ടിവെച്ച് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെ രക്ഷിച്ച ആ മനുഷ്യനെ കാണാനും അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യാനും ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. എത്ര അന്വേഷിച്ചിട്ടും തൻ്റെ മുഖം പോലും തൻ്റെ പേര് പോലും വെളിപ്പെടുത്താതെ ഏതോ ഒരു മനുഷ്യൻ, അജ്ഞാതനായ മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി 32 ലക്ഷം രൂപ കെട്ടിവെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന്, അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന് അൽത്താരയിൽ വന്ന് പറഞ്ഞ ഒരു സാക്ഷ്യമാണിത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ഈ സാക്ഷി ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള സാക്ഷിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മല പോലെ ഉയർന്നു നിന്ന വലിയൊരു പ്രതിസന്ധി ഒരിക്കലും പരിഹരിക്കപ്പെടില്ല, ഒരിക്കലും നടക്കില്ല, ഒരിക്കലും നിറവേറില്ല എന്ന് കരുതിയ ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതാ ആ ആഴമായ വിശ്വാസത്തിലൂടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ ആ പ്രതിസന്ധിയെ, ആ കുടുംബം ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വ്യവസ്ഥ ഇതാണ്: വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ. ഹെബ്രായ ലേഖനം 11:6 നമ്മൾ വായിക്കുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇങ്ങനെയാണെങ്കിൽ ഇനി രണ്ടാമത്തെ വ്യവസ്ഥ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് തുടർച്ചയായി പ്രാർത്ഥിക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ചോദിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടുന്നത് വരെ ചോദിക്കണമെന്നാണ്. കിട്ടുന്നത് വരെ, ലഭിക്കുന്നത് വരെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കിട്ടുന്നത് വരെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ വായിച്ച വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം. ആ 18-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗം മുഴുവനായും നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ, തുടർച്ചയായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി മൂന്നാമതായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ വ്യവസ്ഥയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആകുലതയില്ലാതെ പ്രാർത്ഥിക്കണം. നമ്മളിൽ പലരും പ്രാർത്ഥിക്കുമ്പോൾ തുടർച്ചയായി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ തമ്പുരാനിൽ വിശ്വാസമൊക്കെ ഉണ്ടാകാം, പക്ഷേ ആകുലപ്പെട്ട മനസ്സോടെ ആയിരിക്കാം നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നത്. ഈ ആകുലതയോടെ പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? ആകുലത വിശ്വാസക്കുറവിൻ്റെ ഒരു തെളിവാണ്, അടയാളമാണ്. ആകുലത വിശ്വാസമില്ലായ്മയുടെയും ആശ്രയമില്ലായ്മയുടെയും ഒരു തെളിവാണ്, അടയാളമാണ്. അതുകൊണ്ടാണ് ആകുലതയോടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കാതെ പോകുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രത്തോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഇതാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ആകുലതയില്ലാതെ പ്രാർത്ഥിക്കുക. വീണ്ടും മത്തായി 6:25, എന്തു എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആകുലതകളുണ്ടോ, ഉത്കണ്ഠകളുണ്ടോ? ആകുലതകളും ഉത്കണ്ഠകളുമായാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ഒന്ന് വിലയിരുത്തി നോക്കുക. പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കാനും പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാനും അങ്ങനെ ആകുലതയില്ലാതെ പ്രാർത്ഥിക്കാനും ഇടതടവില്ലാതെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനകൾക്ക് ഉത്തരം നേടിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം. നാലാമതായി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് കപടതയില്ലാതെ പ്രാർത്ഥിക്കണം. പലപ്പോഴും പ്രാർത്ഥനയുടെ വലിയൊരു പ്രതിസന്ധി, പ്രാർത്ഥനയിൽ വരാൻ സാധ്യതയുള്ളൊരു വലിയൊരു പ്രശ്നം ഇതാണ് കാപഢ്യം. കാപഢ്യത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക ബുദ്ധിമുട്ടാണ്, അഥവാ അസാധ്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായും അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം ലഭിക്കില്ല. മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം ലഭിക്കില്ല എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അഞ്ചാമതായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ അഞ്ചാമതായി വേണ്ട വ്യവസ്ഥയായിട്ട് പറയുക വിനയത്തോടെ പ്രാർത്ഥിക്കുക. വിനയത്തോടെ പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 35:17, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ തന്നെ കാണുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഫരിസയനും ചുങ്കക്കാരനും. പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഫരിസയൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായില്ല. എന്തായിരുന്നു പ്രശ്നം? ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി. എന്തായിരുന്നു കാരണം? ഈ ഫരിസയൻ എന്തെങ്കിലും മാരകപാപങ്ങൾ ചെയ്തതുകൊണ്ടാണോ ഫരിസയൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാതിരുന്നത്? ഫരിസയൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നുണ്ട്. അത് സത്യമാണോ നുണയാണോ? സത്യമായിരുന്നു, നുണയായിരുന്നു? ഫരിസയൻ ദൈവസന്നിധിയിൽ കള്ളം പറഞ്ഞതാണോ?
അല്ല, അയാൾ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കാറുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളുടെയും ദശാംശം കൊടുക്കാറുണ്ട്. സത്യമായിരുന്നോ നുണയായിരുന്നോ? സത്യമായിരുന്നു, അതിൽ നുണയൊന്നുമില്ല. അദ്ദേഹം അന്യായം ചെയ്യുന്ന, അനീതി പ്രവർത്തിക്കുന്ന കള്ളന്മാർ, കൊള്ളക്കാർ, വ്യഭിചാരികൾ ഇങ്ങനെയുള്ള ആരുമായിട്ട് കൂട്ടുചേർന്നിട്ടില്ല. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവിനോട് പറയുന്നുണ്ട്. അത് സത്യമായിരുന്നോ കള്ളമായിരുന്നോ? സത്യമായിരുന്നു. അങ്ങനെ നോക്കിയാൽ നമ്മളെക്കാളും ഭേദമാണ് ആര്? ഈ ഫരിസയൻ. നിങ്ങളിൽ എത്ര പേര് ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കാറുണ്ട്? ആഴ്ചയിൽ 1 ദിവസം തന്നെ ഉപവസിക്കാൻ വലിയ പാടാണ്. അപ്പോഴാണ് ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുക. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? പക്ഷേ ഇയാൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെക്കാളും ഭേദമല്ലേ? ഇദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ദശാംശം കൊടുക്കാറുണ്ട്. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മുടെ സമയം, ആരോഗ്യം, സമ്പത്ത്, സകലതിൻ്റെയും ദശാംശം നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സകലതിൻ്റെയും ദശാംശം അദ്ദേഹം കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെക്കാളും ഭേദമല്ലേ അദ്ദേഹം പ്രത്യേകിച്ച് പാപങ്ങളൊന്നും ചെയ്തതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല, സുവിശേഷത്തിൽ പറയുന്നില്ല. എങ്ങനെ നോക്കിയാലും നമ്മളെക്കാൾ വളരെ ഭേദപ്പെട്ട മനുഷ്യനായിരുന്നു ആര്? ഫരിസയൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകാര്യമായില്ല. എന്താ കാരണം? അദ്ദേഹം അടുത്ത് നിന്ന ചുങ്കക്കാരനുമായിട്ടാണ് തന്നെ താരതമ്യം ചെയ്തത്. ആ താരതമ്യത്തിലൂടെ അറിയാതെ ഒരു അഹംഭാവം ഇതാ അദ്ദേഹത്തിൽ കയറി വരാണ്. അതാണ് സംഭവിച്ചത്. വിനയമില്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയില്ല. എന്നാൽ ചുങ്കക്കാരനെ നോക്കിയാൽ സാമാന്യം ഒരുമാതിരിപ്പെട്ട എല്ലാ അൽക്കുലത്ത് പരിപാടികളിലൂടെയും പോകുന്ന ആളാണ് ആര്? ഈ ചുങ്കക്കാരൻ. എന്നിട്ടും അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു. ഒറ്റ കാരണം, അദ്ദേഹത്തെ പറ്റി വചനം പറയുന്നത് ഇതാണ്: അദ്ദേഹം മാറത്തടിച്ച് നിലവിളിച്ച്, അദ്ദേഹത്തിന് എളിമയുണ്ടായിരുന്നു, വിനയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥന സ്വീകാര്യമാകാൻ 5ാമത്തെ വ്യവസ്ഥ വിനയത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ വ്യവസ്ഥയായി വചനം പറയുന്നു, ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളതൊന്നും ചോദിക്കരുത്. ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളതൊന്നും ചോദിക്കരുത്. അങ്ങനെ ചോദിച്ച് നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞാൽ, വിശ്വാസത്തോടും വിനയത്തോടും സ്നേഹത്തോടൊക്കെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം: ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ തന്നെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ, എൻ്റെ തന്നെ സ്വാർത്ഥ അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ വചന സന്ദേശത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചായിരുന്നു. ആ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളവിടെ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്ന സമയത്ത് കൗതുകകരമായ ചില കാര്യങ്ങൾ നേരിട്ട് കാണാനും കേൾക്കാനും വായിക്കാനൊക്കെ ഇടവന്നതിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ പറഞ്ഞ ഉദാഹരണങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരിക്കലും അവിടെ കുട്ടികളുടെ ധ്യാനം നടക്കുമ്പോൾ, 10ാം ക്ലാസ്സിലോ മറ്റുള്ള കുട്ടികളുടെ ധ്യാനം നടക്കുമ്പോൾ ഏത് ധ്യാനത്തിലും നിയോഗങ്ങൾ എഴുതി വാങ്ങിക്കും. നിയോഗങ്ങളൊക്കെ ഒരു ബക്കറ്റിലിടാൻ പറയും. അതിനുശേഷം ആ നിയോഗങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ, ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. അങ്ങനെയുള്ള നിയോഗങ്ങളിൽ ചില നിയോഗങ്ങൾ ചിരിക്കണോ കരയണോ എന്ന് നമുക്കറിയാത്ത ചില നിയോഗങ്ങളുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ ഇവിടെ പട്ടത്തച്ഛൻ സൂചിപ്പിച്ചിട്ടുണ്ടായി. ഞാൻ വായിച്ചിട്ടുള്ള 1-2 നിയോഗങ്ങൾ പറയാം. ഒരു നിയോഗം ഇതാണ്: ഒരു പയ്യൻ 10ാം ക്ലാസ്സുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്, ക്ലാസ്സിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ഗേളിനെ എനിക്ക് കല്യാണം കഴിക്കണം. അതാണ് അവൻ്റെ നിയോഗം. ക്ലാസ്സിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ഗേളിനെ എനിക്ക് വിവാഹം കഴിക്കണം. വേറൊരുത്തിൻ്റെ നിയോഗം ഇതാണ്: ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ വേറെ ആരും പ്രേമിക്കാൻ പാടില്ല. ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ വേറെ ആരും ഒരുത്തിൻ്റെ നിയോഗങ്ങൾ നല്ല ഒരുപാട് നിയോഗങ്ങളുണ്ട്. ഞാൻ കൗതുകകരമായ ചില നിയോഗങ്ങൾ നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. 3ാമത്തെ ഒരുത്തൻ എഴുതിയ ഒരു നിയോഗം ഇതാണ്. ഒരുത്തിയാണെന്ന് തോന്നുന്നു. ഞാൻ സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ആ ഡാൻസ് കാണാൻ ഞാൻ പ്രേമിക്കുന്ന ചെറുപ്പക്കാരനുണ്ടാകണം. എൻ്റെ ഡാൻസ് കണ്ട് അവൻ എന്നെ ഇഷ്ടപ്പെടണം. ഇതാണ് വേറൊരാളുടെ, 3ാമതൊരാളുടെ നിയോഗം. ഇങ്ങനെ അതികൗതുകകരമായ ഒത്തിരി നിയോഗങ്ങൾ ചിലപ്പോൾ വരാറുണ്ട് പ്രിയപ്പെട്ടവരെയും. അപ്പോൾ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, യാക്കോബ് 4:6, ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരാശകളെ തൃപ്തിപ്പെടുത്താനോ സ്വാർത്ഥപരമായ കാര്യങ്ങൾ നേടിയെടുക്കാനോ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്ന് കർത്താവ് വചനത്തിലൂടെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മൾ പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരുനാളുകൾ ഏറ്റെടുത്ത് നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. നൊവേനകൾ ഏറ്റെടുത്ത് നടത്തി പ്രാർത്ഥിക്കാറുണ്ട് ചില നിയോഗങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഈ ശത്രു സംഹാരത്തിനുള്ള പ്രാർത്ഥന ഏതാ? ശത്രുക്കളെ സംഹരിക്കാനുള്ള പ്രാർത്ഥന ഏതാ? ഏത് പ്രാർത്ഥനയാണ് കത്തോലിക്ക സഭയിൽ അങ്ങനെയുള്ളത്? ഏത് പ്രാർത്ഥന ചൊല്ലിയാലും നമ്മുടെ ശത്രുക്കൾ, നമുക്ക് കുറേ ശത്രുക്കളുണ്ടാവും, വഴിയുണ്ടല്ലോ, അവരെ സംഹരിക്കാനുള്ള പ്രാർത്ഥന ഏതാ? ഏതാ? കുർബാനയോ? അങ്ങനൊരു പ്രാർത്ഥന നമുക്കില്ല. ശത്രു സംഹാര പ്രാർത്ഥന നമുക്കില്ല. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെയുള്ള ശത്രു ആരാണ്? പിശാച് മാത്രം. മറ്റൊരാളുടെ നാശം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ
കത്തോലിക്ക സഭയിലില്ല. മറ്റൊരാളുടെ തകർച്ചയെ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന, അതാണ് ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിച്ചാൽ അത് ലഭിക്കൂ എന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചേക്കരുത്. ഇനി 7ാമത്തെ വ്യവസ്ഥ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള 7ാമത്തെ വ്യവസ്ഥ, വെറുപ്പില്ലാതെ അഥവാ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് സന്ദേശമായിട്ട് റാഫേലച്ചൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത് ഒരു കാര്യം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. പലരുടെയും ഉള്ളിൽ കടുത്ത വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും നിറച്ചു വെച്ചിട്ടുണ്ട്. ഈ വെറുപ്പ് ഉള്ളിലിരുന്നാലുള്ള കുഴപ്പം, പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തില്ല, ദൈവാനുഗ്രഹം താഴേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് വെറുപ്പുള്ളിൽ വെച്ചിരുന്നാൽ വെറുപ്പുള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തില്ല. ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ നമുക്കും സാധ്യമല്ല. നമുക്കും ദൈവാനുഗ്രഹത്തിനും ഇടയിൽ വലിയൊരു ബ്ലോക്കാണ് ഈ വെറുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. മത്തായി 5:23, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായി അനുരഞ്ജനപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക, അപ്പോൾ നിന്റെ ബലി സ്വീകാര്യമാകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകൻ 28:3, അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാവോ? ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, വെറുപ്പില്ലാത്ത ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ, ഹൃദയത്തിൽ വെറുപ്പിരുന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്ന് വചനം മുന്നറിയിപ്പ് നൽകണം. ഇനി 8ാമതായി നമ്മൾ കാണുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം. ഇതൊരു വലിയ കുഴപ്പം പിടിച്ച കാര്യം. കാരണം എന്താ? നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ചെറുതും വലുതുമായ പാപാവസ്ഥകൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം പാപി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല എന്നാണോ? പാപികളെ തേടി വന്നവനാണ് കർത്താവെങ്കിൽ പാപികളുടെ പ്രാർത്ഥന കർത്താവ് തീർച്ചയായിട്ടും കേൾക്കും. എന്നാൽ ഓർക്കുക, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാനും നിങ്ങളും ലോകത്തുള്ള സകല മനുഷ്യരും ചെറുതും വലുതുമായ പാപാവസ്ഥയിലായിരിക്കുന്നവരാണ്. എങ്കിലും അനുതപിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്താൻ നമ്മൾ തയ്യാറായാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നേരെ മറിച്ച് അനുതാപമില്ലാതെ, പശ്ചാത്താപമില്ലാതെ, മാനസാന്തരപ്പെടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെക്കുറിച്ച് യാതൊരു തരത്തിലും ഹൃദയത്തിലും ആത്മാവിലും വേദനയില്ലാതെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്ന സത്യം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഏശയ്യ 59:2, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഏശയ്യ 58 1-14 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഇതേ ആശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് അനുദപിക്കാനും ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കാനും അങ്ങനെ നമ്മുടെ പാപാവസ്ഥകൾ മുഴുവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് എന്നിട്ട് നമ്മൾ പ്രാർത്ഥന ഉയർത്തുമ്പോൾ നമുക്കും ദൈവാനുഗ്രഹത്തിനും ഇടയിലുള്ള പാപം എന്ന തടസ്സം നീങ്ങിപ്പോവുകയും ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞത് നിരന്തരം പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യമാണ്. പിന്നീട് നമ്മൾ രണ്ടാമതായി പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ, ചില വ്യവസ്ഥകൾ, ചില മാനദണ്ഡങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, രണ്ടാമത്തേത് തുടർച്ചയായി പ്രാർത്ഥിക്കണം, മൂന്നാമതായി ആകുലതയില്ലാതെ പ്രാർത്ഥിക്കണം, നാലാമതായി കാപഢ്യമില്ലാതെ പ്രാർത്ഥിക്കണം, അഞ്ചാമതായി വിനയത്തോടെ പ്രാർത്ഥിക്കണം, ആറാമതായി ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്നും ചോദിക്കരുത്, ഏഴാമതായി ക്ഷമിച്ച് പ്രാർത്ഥിക്കണം, എട്ടാമതായി വിശുദ്ധിയോടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തണം. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നിർബന്ധമായും പ്രാർത്ഥനയിൽ പുലർത്തേണ്ട വ്യവസ്ഥകളായി വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിച്ചു തരികയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകളാണ്. നമ്മളൊക്കെ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ ദിവസവും കുറേ മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാകാം. എന്നാൽ എത്രത്തോളം പ്രാർത്ഥിക്കണമെന്നാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഇതുവരെ നമ്മൾ പറഞ്ഞത് ആവശ്യങ്ങൾ, നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിലുള്ള വ്യവസ്ഥകളെക്കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ആവശ്യങ്ങൾ നേടിയെടുക്കൽ മാത്രമാണോ? അല്ല, കർത്താവുമായുള്ള ബന്ധമാണ് പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത്. കർത്താവുമായുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ സ്വർഗീയ പിതാവുമായുള്ളൊരു ബന്ധത്തിലേക്ക്, ആഴമായ സ്നേഹ ഐക്യത്തിലേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്ന മാർഗമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണമെന്നും വചനം നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-26 ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്.
ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കണ്ടുമുട്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം ഇതാവാണ്. പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനയാണ് നടക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനയാണ് നടക്കേണ്ടത്. ആത്മാവിന് നിറവ് സംഭവിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വചനം നമ്മുടെ മുൻപിൽ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ദൈവവചനം നമ്മുടെ മുൻപിൽ ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രത്തോളമാണ് പ്രാർത്ഥിച്ച് എത്തേണ്ടത്. എത്രത്തോളം എന്ന് നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി ലൂക്ക 24:49 നമ്മൾ കാണുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പസ്തോലന്മാർ, ആദിമ ക്രൈസ്തവ സമൂഹം കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള 10 ദിനങ്ങൾ രാവും പകലും ഇടതടവില്ലാതെ പ്രാർത്ഥിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ചു. പരിശുദ്ധാത്മ ശക്തി സ്വീകരിച്ചു. ഈ ശക്തി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു പെന്തക്കുസ്ത അനുഭവം നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? അപ്പോൾ അതാണ് വചനം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒന്നാമത്തെ ടാർഗറ്റ്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ടാർഗറ്റ് ഇതാണ്. ലൂക്ക 1:41 നമ്മൾ സന്ദർശിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവോളം. 1:41 നമ്മൾ കാണുക, മറിയം എലിസബത്തിനെ സന്ദർശിച്ചു. മറിയത്തിൻ്റെ സന്ദർശനത്തിലൂടെ സംഭവിച്ച കാര്യം എന്താ? എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഉദരത്തിൽ ശിശുവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇത് വചനം നമ്മുടെ മുൻപിൽ വെക്കുന്നൊരു സൂചനയാണ്. അതായത് എൻ്റെ സാന്നിധ്യം, എൻ്റെ പ്രസൻസ് എൻ്റെ കൂടെയുള്ളവരിൽ, എൻ്റെ കുടുംബത്തിലാകാം, എൻ്റെ മാതാപിതാക്കളിലോ ജീവിത പങ്കാളിയിലോ മക്കളിലോ സഹോദരങ്ങളിലോ അയൽവാസികളിലോ സുഹൃത്തുക്കളിലോ ആരിലുമാകട്ടെ, അവരിലൊക്കെ പരിശുദ്ധാത്മാവ് നിറയാൻ കാരണമാകണം. എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യത്തിലൂടെ മറ്റുള്ളവർ പരിശുദ്ധാത്മ നിറവിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് വചനം നമ്മുടെ മുൻപിൽ വെക്കുന്ന രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായി അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടോ? ആ വ്യക്തിയിൽ സന്തോഷവും ആനന്ദവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഉള്ള ആത്മാവ് പോലും പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണോ ചെയ്യുന്നത്? എൻ്റെ സാന്നിധ്യം, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിറയുന്ന വിധം അത്രത്തോളം പ്രാർത്ഥനയിൽ ഞാൻ വളർന്നിട്ടുണ്ടാകണമെന്ന് വചനമിത നമ്മുടെ മുൻപിൽ ലക്ഷ്യമായി ടാർഗറ്റായിട്ട് വെച്ച് തരികയാണ്. ഇനി നാലാമതായി നമ്മൾ കാണുന്നു അപ്പസ്തോല പ്രവർത്തനം 5:15 പത്രോസിൻ്റെ നിഴൽ വീണപ്പോൾ രോഗികൾ സുഖപ്പെട്ടു. പത്രോസിൻ്റെ നിഴൽ, പത്രോസിൻ്റെ ഒരു നിഴൽ മാത്രം മതിയായിരുന്നു, വഴിയരിയിൽ കിടന്ന രോഗികൾ സുഖപ്പെട്ടു. ആ മനുഷ്യൻ അതുപോലെ വിശ്വസിച്ചു. പത്രോസിൻ്റെ നിഴലെങ്കിലും ഒന്ന് വീണാൽ മതി, രോഗികൾ സുഖപ്പെടുമെന്ന് കരുതി വഴിയിൽ കൊണ്ടുവന്ന്, അവർ നടന്നു പോകുന്ന വഴിയിലൊക്കെ കൊണ്ടുവന്ന് രോഗികളെ കിടത്തി. നിഴൽ സ്പർശിച്ചപ്പോഴേക്കും ദേഹത്ത് തൊടേണ്ടി വന്നിട്ടില്ല, വസ്ത്രത്തിൽ തൊടേണ്ടി വന്നിട്ടില്ല. ഇത് നിഴൽ സ്പർശിച്ചപ്പോഴേക്കും രോഗികൾക്ക് സൗഖ്യം കിട്ടി. അത്രയും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു ഈ പത്രോസും അപ്പസ്തോലന്മാരും ഒക്കെ എന്ന് നമുക്ക് പെന്തക്കുസ്തായ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും എത്തിച്ചേരേണ്ട ഒരു ടാർഗറ്റാണിത്. ഈ സൗഖ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പല തലങ്ങളിൽ സൗഖ്യം സംഭവിക്കേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ സൗഖ്യം, മനസ്സിൻ്റെ സൗഖ്യം, ആത്മാവിൻ്റെ സൗഖ്യം. ഇപ്പോൾ എൻ്റെ വാക്കുകൾ മൂലം, എൻ്റെ സാന്നിധ്യം മൂലം, എൻ്റെ പ്രസൻസ് മൂലം എൻ്റെ കൂടെയുള്ളവർക്ക് അല്പം സമാധാനം ലഭിക്കുന്നുണ്ടോ? അല്പം ആശ്വാസം ലഭിക്കുന്നുണ്ട്. അല്പമെങ്കിലും ഒരു അഭിഷേകം, ഒരു ചൈതന്യം. നിരാശയിൽപ്പെട്ടിരുന്നൊരു വ്യക്തിക്ക് എൻ്റെ സാന്നിധ്യം മൂലം ഒരു ചെറിയ പ്രതീക്ഷ, ഒരു ചെറിയ പ്രത്യാശ, അല്ലെങ്കിൽ ഒരു അല്പമൊക്കെ വിശ്വാസത്തിലൊരു ജ്വലനം എൻ്റെ സാന്നിധ്യം മൂലം വ്യക്തികൾക്ക് സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ നമ്മൾ ആ ഒരു വഴിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിലോ നമ്മളിൽ പ്രാർത്ഥനയിൽ വളർച്ചയില്ല എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇനിതാ വചനം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന അഞ്ചാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം 8:17 ശിഷ്യന്മാർ അവരുടെ മേൽ കൈകൾ വെച്ചു, അന്നേരം അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഞാനൊരാളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ, ഞാനൊരു കുടുംബനാഥനാണെങ്കിൽ എൻ്റെ മക്കളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കുടുംബനാഥയാണെങ്കിൽ എൻ്റെ മക്കളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയുന്നുണ്ടോ? അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നുണ്ടോ? അപ്പനും അമ്മയും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളുടെ അനുഗ്രഹം അവരുടെ കൈകളിലൂടെ മക്കളിലേക്ക് ഒഴുകി വരുന്നുണ്ടോ? ഒഴുകി വരേണ്ടതാണ്. അങ്ങനെ വരാനുള്ള കൃപയും അനുഗ്രഹവും വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണം.
ഇപ്പോൾ ഞാനൊരു വചന പ്രഘോഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ അരികിൽ വരുന്ന ഒരാളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി അനുഗ്രഹം സ്വീകരിക്കണം. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ഒരാളുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പൗരോഹിത്യത്തിലൂടെ ആ കൃപയും നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം അതിനോട് വിശ്വസ്തത പുലർത്തിയാൽ ഇത് സംഭവിക്കുകയും ചെയ്യും. കുടുംബനാഥൻ എന്ന നിലയിൽ, കുടുംബനാഥ എന്ന നിലയിൽ ഓരോരുത്തരും ഞങ്ങളുടെ മക്കളുടെ ശിരസിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അത്ഭുതം സംഭവിക്കേണ്ടതാണ്. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതാന്തസ്സിനോട് നമ്മൾ വിശ്വസ്ത പുലർത്തുകയും പ്രാർത്ഥനയുടെ ഒരു നിറവ് നമ്മിൽ ഉണ്ടായിരിക്കുകയും വേണം. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അടുത്തതായി 6-ാമതായിട്ട് നമ്മൾ കാണുന്നു അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 16-ാം വാക്യം. പൗലോസ് ഒരു പെൺകുട്ടിയിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പാപാവസ്ഥകളുണ്ടെങ്കിൽ ആ പാപാവസ്ഥയെ ബഹിഷ്കരിച്ച് നിർവീര്യമാക്കാൻ, ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപിയെ നിർവീര്യമാക്കാൻ മാത്രം ഒരു പ്രാർത്ഥനാ ചൈതന്യം എന്നിലുണ്ടോ? എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ, കുടുംബനാഥയത, ആ കുടുംബം ഭരമേൽപ്പിച്ച് തന്നിരിക്കുകയാണ്. മക്കളിൽ എന്തെങ്കിലുമൊക്കെ തിന്മകളുണ്ടെങ്കിൽ, ജീവിതപങ്കാളിൽ എന്തെങ്കിലുമൊക്കെ തിന്മകളുണ്ടെങ്കിൽ, എന്നെ ഭരമേൽപ്പിച്ച് തന്നിരിക്കുന്ന വ്യക്തികളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരായ്മകളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ആ വ്യക്തിയിലെ തിന്മ ബഹിഷ്കരിക്കപ്പെടാനും ആ വ്യക്തിയിൽ ദൈവാത്മാവിൻ്റെ ചൈതന്യം നിറയുവാനും അങ്ങനെ പ്രാർത്ഥിക്കാൻ, അത്രത്തോളം പ്രാർത്ഥിച്ചുയരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? വചനം നമ്മുടെ മുൻപിൽ വെക്കുന്ന 6-ാമത്തെ ടാർഗറ്റ്, ലക്ഷ്യം ഇതാണ്. ഇനി 7-ാമതായി നമ്മൾ കാണുന്നു തൊട്ട വസ്തുക്കൾ തിരിശേഷിപ്പാകുവോളം നമ്മൾ പ്രാർത്ഥിക്കണം. അത് അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം 11-12 നമ്മൾ വായിക്കുക. അതായത് ശിഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന തുവാലകളോ വസ്ത്രങ്ങളോ ഇതൊക്കെ അവർ കൊണ്ടുവന്ന് രോഗികളെ സ്പർശിച്ചു. അന്നേരം രോഗികൾക്ക് സൗഖ്യം കിട്ടി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും, നമുക്ക് തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളവരാണ്. തിരുശേഷിപ്പ് തൊട്ടുമുത്തി പ്രാർത്ഥിക്കാൻ നമ്മൾ ഇഷ്ടമുള്ളവരാണ്. തിരുശേഷിപ്പുകളുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും പ്രാർത്ഥിച്ച് തൊട്ടുമുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരാണ്. പറ്റുമെങ്കിൽ തിരുശേഷിപ്പുകൾ വാങ്ങാൻ, അങ്ങനെ കിട്ടാൻ സാധ്യതകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും അത് കൈവശം സൂക്ഷിക്കാനും അതുപയോഗിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ളവരാണ് പൊതുവേ നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവർ, നമ്മൾ എന്നും എങ്ങനെ തിരുശേഷിപ്പ് തൊട്ടുമുത്തി പ്രാർത്ഥിച്ച് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നമ്മളെന്നാ തിരുശേഷിപ്പുകളാകുന്നേ? മറ്റ് വ്യക്തികൾ ഈശോയോട് വിശ്വസ്തത പുലർത്തിയ വിശുദ്ധാത്മാക്കൾ അവർ തിരുശേഷിപ്പായി മാറിയപ്പോൾ, അവരുടെ ശേഷിപ്പുകൾ വിശുദ്ധമായി തീർന്നപ്പോൾ നമ്മളത് തൊട്ടുമുത്തി പ്രാർത്ഥിക്കുന്നു. ചോദ്യം ഇതാണ്, ഞാൻ എന്നാ ഒരു തിരുശേഷിപ്പായി മാറുന്നേ? നമ്മൾ എന്ന ഒരു തിരുശേഷിപ്പായി മാറുന്നേ? എന്നെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചാൽ, അതായത് ഒരു കുടുംബനാഥനെ, ഒരപ്പനെ മക്കൾ സ്പർശിച്ചാൽ ആ മക്കൾ വിശുദ്ധീകരിക്കപ്പെടുമാറ് ഒരു അഭിഷേകം അപ്പനിലുണ്ടോ? അമ്മയെ സ്പർശിച്ചാൽ മക്കൾ വിശുദ്ധീകരിക്കപ്പെടുമാറ് ഒരു ചൈതന്യം അമ്മയിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് തമ്പുരാൻ തന്നിരിക്കുന്ന വിളിയോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് വ്യക്തികൾക്കും പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യും വിധം ജീവിച്ചിരിക്കെ തന്നെ തിരുശേഷിപ്പുകളായി മാറുവാൻ നമ്മുടെ ജീവിതത്തിന് സാധിക്കുന്നുണ്ടോ? ബൈബിൾ നമ്മുടെ മുൻപിൽ വെക്കുന്ന ടാർഗറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് കാര്യമായിട്ടൊന്നും അടുത്തിട്ടില്ല എന്ന് ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ദിവസം നൽകുന്ന ഈ വചന സന്ദേശങ്ങളെ, കർത്താവ് നമുക്ക് നൽകുന്ന ഈ പ്രബോധനങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ വളരാൻ, പ്രാർത്ഥനയിൽ ഉയരാൻ, പ്രാർത്ഥിച്ച് ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റാൻ പരിശ്രമിക്കാം. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയർപ്പണം തുടരാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.